അല്ലാഹു സുബ്ഹാനഹു തആല ഏത് ഇബാദത്തും അല്ലാഹു സ്വീകരിക്കുന്നുണ്ടെങ്കിൽ, അല്ലാഹു അതിനെ അക്സെപ്റ്റ് ആക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല ಅದಕ್ಕೆ ചില മാനദണ്ഡ നിശ്ചയിച്ചിറ, ಅದಕ್ಕೆ ചില ഷർത്തുകൾ അല്ലാഹു നിശ്ചയിച്ചിറ. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതായ അമൂല്യമായിട്ടുള്ളതായ ഒന്നായിത്തിക്കറ് ഇഖ്ലാസ് ചെല്ലുന്നത്. നിഷ്കളങ്കത്തെ എടുക്കുന്നതായ ഇബാദത്തിൽ ഇഖ്ലാസ് വേണം, ആത്മാർത്ഥത വേണം. അങ്ങനെയെങ്കിലും മാത്രമേ അല്ലാഹു അത് സ്വീകരിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ വിശുദ്ധമായ ഖുർആനിൽ ചെമ്മ ആയത്തുകളിൽ അല്ലാഹു ഞങ്ങൾക്കത് പഠിപ്പാട്ടിത്തണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ധാരാളമായിട്ടുള്ളതായ സ്വഹീഹായിട്ടുള്ളതായ ഹദീസുകളിലും ഞങ്ങൾക്കത് കാണാൻ സാധ്യമാണ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ 98-ാമത്തെ അധ്യായ സൂറത്ത് ബയ്യിനരെ 5-ാമത്തെ ആയത്തിൽ അല്ലാഹു ഞങ്ങൾക്ക് കൽപ്പിക്കുന്നത് വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അല്ലാഹു തആല ചെല്ലുന്നത് ഇഖ്ലാസ് കൊണ്ടുത്തല്ലാതെ, നിഷ്കളങ്കത്തിലല്ലാതെ ഒരു ഇബാദത്തും ചെയ്യൂ അല്ലാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ചിട്ടില്ല, ഓർഡറാക്കിയിട്ടില്ല. ചെന്തയിച്ചിക്കറ് അല്ലാഹു തആല അവൻ്റെ വിശുദ്ധമായ ഖുർആനിൽ ഞങ്ങൾക്ക് എച്ചരിക്ക തണ്ടത്. മാത്രമല്ല, ഇഖ്ലാസ് ഇല്ലാത്തതായ, നിഷ്കളങ്കത ഇല്ലാത്തതായ ഏത് ഇബാദത്തായെങ്കിലും അത് നിസ്കാരായിട്ടിക്കും, സകാത്തായിട്ടിക്കും, നോമ്പായിട്ടിക്കും, ഹജ്ജായിട്ടിക്കും, ഉംറയിട്ടിക്കും, ദാനധർമ്മയിട്ടിക്കും, അല്ലെങ്കിൽ വേറെ ഏത് നിലക്കുള്ളതായ സോഷ്യലായിട്ടുള്ളതായ പണിയായിട്ടിക്കും, ഏതായെങ്കിലും ഇഖ്ലാസില്ലേ അല്ലാഹു അത് സ്വീകരിക്കില്ല, അല്ലാഹു അത് അകറ്റയില്ല. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിൽ 21-ാമത്തെ അധ്യായ സൂറത്ത് അംബിയായിൽ അംബിയാക്കന്മാരെ കുറിച്ചിട്ട് അല്ലാഹു തആല ചെല്ലുക. മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആൾമാരായിട്ടിരിക്കാറ് അംബിയാക്കന്മാർ. അങ്ങനെ ഇബാദത്തിനെ കുറിച്ചിട്ട് അല്ലാഹു ആ അധ്യായത്തിൽ അല്ലാഹു തആല ചെല്ലുക. അതിലെ 90-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ചെല്ലുന്നത് നീ നോക്കൂ, എത്ര ഗൗരവമായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ചെല്ലുന്നെങ്കിൽ അംബിയാക്കന്മാർ അങ്ങനെ ഇബാദത്ത് എങ്ങനെ അല്ലാഹു തആല ചെല്ലുന്നത് ഇന്നഹും കാനൂ യുസാരിയൂന ഫിൽ ഖൈറാത്ത്. അങ്ങ് നന്മയായിട്ടുള്ളതായ ഖൈറായിട്ടുള്ളതായ എല്ലാ കാര്യത്തിലും അങ്ങ് അർജന്റ് ആയിക്കൊണ്ടിരുന്നാർ. അതിനെ ആയത്തര വേഗം അങ്ങ് എടുത്തു തീർത്തോണ്ടിരുന്നാർ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ചെല്ലുന്നത് എന്നിട്ട് വയദഊനനാ റഗബൻ വറഹബാ. അങ്ങ് ഞങ്ങളൊട്ടിಗೆ പ്രാർത്ഥിച്ചോണ്ടിരുന്നാർ, ദുആർന്നോണ്ടിരുന്നാർ. അല്ലാഹു തആല ചെല്ലുന്നത് അല്ലാഹുരൊട്ടിಗೆ അങ്ങ് ദുആർന്നോണ്ടിരുന്നാർ. എങ്ങനെ അയച്ചിക്കങ്ങ് ദുആർന്നോണ്ടിരുന്നത്? റഗബൻ വറഹബാ, പേടിച്ചിട്ട് ഭയഭീതിയില്, അതേപോലെ അല്ലാഹുരെ പ്രതിഫല ആശിച്ചിട്ട് ആഗ്രഹിച്ചിട്ട് അല്ലാഹുരൊട്ടിಗೆ അങ്ങ് ദുആർന്നോണ്ടിരുന്നാർ. വകാനൂ ലനാ ഖാശിഈൻ, അങ്ങ് ഞങ്ങൾക്ക് പേടിച്ചിട്ട് മടങ്ങിക്കൊണ്ടിരുന്നാർ. അമ്പിയാക്കന്മാർ, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആൽമാർ. ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതി കൊടുത്തതായ സന്ദർഭ
ಆಯಿಷ ರಲಿಯಲ್ಲಾಹು ಅನ್ಹಾ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅವರೊಟ್ಟಿಗೆ ಕೇಕ್ರದಾಯ ಒಂದು ಚೋದ್ಯ ಉಂಟು. ಈ ಆಯತ್ತಿರ ತಫ್ಸೀರ್ಲು ನಂಗೆ ಕಾಂಡು ഹദീസിലെ ഗ്രന്ഥത്തിൽ നമുക്ക് കാണ്ട് എന്തായിച്ചിക്കറ ആയിഷ റളിയല്ലാഹു അൻഹ കേക്கிறது അല്ലാഹുവിന്റെ റസൂലേ, അമ്പിയാക്കന്മാരല്ലങ്ങ ഏറ്റവും ശ്രേഷ്ഠരായ ആൾമാരല്ലേ, കള്ളു കുടിക്കാത്ത ആൾമാരല്ലേ, കക്കാത്ത ആൾമാരല്ലേ, വ്യഭിചാരാക്കാത്ത ആൾമാരല്ലേ, ഡോങ്കിയാക്കാത്ത ആൾമാരല്ലേ, വഞ്ചനാക്കാത്ത ആൾമാരല്ലേ, പിന്നെ എന്ത് കഴിച്ചിക്കറ് അങ്ങ് ഇത്രത്തോളം പേടിക്കരുത്, പിന്നെ എന്ത് കഴിച്ചിക്കറങ്ങ ഇത്രത്തോളം ഭയഭീതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെല്ല് ആയിഷ ആയിഷ അങ്ങ കല്ല് കുടിച്ചങ്ങല്ല, വ്യഭിചാരാക്കിയങ്ങല്ല, ഡോങ്കിയാക്കിയങ്ങല്ല, കളവ് ചെന്ന ആൾമാരല്ല, വഞ്ചനാക്കിയ ആൾമാരല്ല. അങ്ങനെ ജീവിതകാല പുരുഷായുസ് ಎಲ್ಲ അള്ളാഹുഗു സലണ്ടറായ ആൾമാരായി ചിക്രാർ. അള്ളാഹുഗു മാത്ര ഇബാദെടുത്ത ആൾമാരായി ചിക്രാറങ്ങ, അള്ളാഹുരൊട്ടിಗೆ മാത്ര ദ്വാർന്ന ആൾമാരായി ചിക്രാർ. പിന്നെ എന്തായി ചിക്ര അങ്ങ് പേടിച്ചെന്നിട്ടെങ്കില് അങ്ങ് പേടിച്ചിട്ട് വരച്ചോണ്ടിരുന്നത് എന്ത് കഴിച്ചിക്കര് അള്ളാഹുരെ പല കഴിച്ചിക്കര്. അലം നസ്മഅ ഖൗലല്ലാഹി അസ്സ വജല്ല, അള്ളാഹു ഖുർആനിൽ ചെന്നത് കേട്ടില്ലേ, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു തആല തഖ്വ ഉള്ളതായ, അല്ലാഹുരെ പേടിയുള്ളതായ, ഭയമുള്ളതായ ആൾമാരിൽ നിന്ന് മാത്രമേ അല്ലാഹു സ്വീകരിക്കുന്നത്. ഈ ഒരു പേടി അങ്കിന്ത് അല്ലാ തുഖ്ബല മിൻഹും, അല്ലാഹു ഇത് സ്വീകരിക്കുവാനാ, അല്ലാഹു ഇത് കബൂലാക്കുവാനാ ചെല്ലുന്നതായ ഒരു പേടി അങ്കിന്ത്. അത്രത്തോളം ഇഖ്ലാസുള്ള ആൾമാരായി ചിക്രാർ അമ്പിയാക്കന്മാർ. നോക്കൊരു സഹോദരന്മാരെ, ദുരവസ്ഥ വേണമെങ്കിൽ ചെല്ല ഉണ്ട്. ചില ആൾമാർ അവസ്ഥ നോക്കിയിട്ടെങ്കിൽ ഇബാദത്ത് എടുക്കുന്നതായ ആൾമാർ, സത്കർമ്മ പ്രവർത്തിക്കുന്നതായ ആൾമാർ നഷ്ടപ്പെട്ടത് ഇഖ്ലാസായി ചിക്കര്, ആത്മാർത്ഥതയായി ചിക്കര്. അത് നഷ്ടപ്പെട്ടിട്ടെങ്കിൽ സംഭവിക്കുന്നത് ഗുരുതരമായി ചിക്കര്. അള്ളാഹു സ്വീകരിക്കില്ലാണ്ട് മാത്രല്ല, അത് ഗുരുതരമായിട്ടുള്ള ഒരു പാപമായി ചിക്കര്. എന്തായി ചിക്കറ് ചെന്നെങ്കിൽ അറിയാ ആൾമാർ കാണുകയായിട്ട്, ആൾമാർ അഭിനന്ദനാക്കുകയായിട്ട്, ആൾമാർ ഓന്റെ മഹത്വത്തിലെ ചെല്ലുകയായിട്ട് എടുക്കുന്നതായ കർമ്മത്ത് കഴിച്ചിക്കറ് റിയാ ചെല്ലത്. ഇത് ഇഖ്ലാസ് നഷ്ടപ്പെട്ടിട്ടെങ്കിൽ അവന്റെ ഹൃദയത്തിക്ക് കടന്നിട്ട് വേണ്ടതായ ഒരു മാരകമായിട്ടുള്ള ഒരു രോഗിച്ചിക്കറ്. അതിനെ കുറിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചെന്നത് അത് ഷിർക്കുൽ അസ്ഗർ ആയിത്തിക്കറ്. റിയാ ഷിർക്കുൽ അസ്ഗർ ആയിത്തിക്കറ്. അശ്ശിർക്കു നൗആനി, ഷിർക്ക് രണ്ട് തരം ഉണ്ട്. ഒന്ന് ഷിർക്കുൽ അക്ബർ, വലിയ ഷിർക്ക്, അത് നിങ്ങൾക്ക് പിടിയുണ്ട്. രണ്ടാമത്തത് ഷിർക്കുൽ അസ്ഗർ, ചെറിയ ഷിർക്കായിത്തിക്കറ്. അത് പേടിക്കൊണ്ട് ചെന്ത് അല്ലാഹുവിന്റെ റസൂൽ ചെന്ത്, അത് ഗുരുതരമായിട്ടുള്ള പാപമായി തിക്കറ് ചെന്ത് അല്ലാഹുവിന്റെ റസൂൽ ചെന്ത്. നോക്കൂ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്ന് സ്വഹീഹായിട്ടുള്ള ഹദീസ് നിങ്ങൾക്ക് കാണ്ട്, ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും അശ്ശിർക്കുൽ അസ്ഗർ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്നത്, നിന്റെ ഉമ്മത്തിൽ നിന്ന്, നിന്റെ സമുദായത്തിൽ നിന്ന് നാണ് യാർച്ചിലേറെ പേടിക്കുന്നതായ ഒന്നായി തിക്കറ് ഷിർക്കുൽ അസ്ഗർ. ചെറിയ പേടിയല്ല, വലിയ പേടിക്കുന്നതായ ഒരു പേടിയായി തിക്കറ് ഷിർക്കുൽ അസ്ഗർ. ഇത് ചെന്നപ്പോ ഖാലു, സ്വഹാബിമാർ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊട്ടിಗೆ കേട്ടാർ, വമ ഷിർക്കുൽ അസ്ഗർ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലെ, ഷിർക്കുൽ അസ്ഗർ ചെന്നെങ്കിൽ എന്തായി തിക്കർ? ഷിർക്കുൽ അക്ബറിനെ കുറിച്ചിട്ട് ഞങ്ങൾ കേട്ട, ഞങ്ങൾ പഠിച്ച, ഞങ്ങൾ മനസ്സിലാക്കിയ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കൊണ്ടുവന്ന അല്ലാഹുവിന്റെ റസൂലെ, ഷിർക്കുൽ അസ്ഗർ എന്തായി തിക്കറ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്ത് അത് അറിയാഹു, റിയാഹായി തിക്കറ്. ആൾമാര് കാണുകയായിട്ട് ഇബാദത്ത് എടുക്കറേ, ആൾമാരെ അഭിനന്ദനകനായിട്ട് ഇബാദത്ത് എടുക്കറേ, ആൾമാർ ഇവനെ പ്രശംസാക്കുകയായിട്ട് ഇബാദത്ത് എടുക്കറേ. ഇതായി തിക്കറ് റിയാഹ്.
എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചന്ത് യഖൂലുല്ലാഹു അസ്സ വജല്ല ലഹും യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ പരലോകത്തിൽ അള്ളാഹു അങ്ങളൊട്ടിಗೆ ചെൽറ മനുഷ്യന്റെ നന്മക്കും തിന്മക്കും പ്രതിഫലം കൊടുക്കുന്നതായ ഭയാനകമായിട്ടുള്ളതായ യൗമുൽ ഹിസാബ് പ്രതിഫലം കൊടുക്കുന്നതായ നാളില് അള്ളാഹു ഇത്തരത്തിലുള്ളതായ ആൽമാരൊട്ടിಗೆ ചെൽறது ഇദാ ജുസിയന്നാസു ബി അഅ്മാലിഹിം, നിങ്ങ ആൽമാരെ പ്രതിഫലത്തുകല്ല അമലെടുത്തത്, ആൽമാര് കാണുകയായിട്ടല്ല അമലെടുത്തത്, ആൽമാരിൽ നിന്ന് പ്രശംസ കിട്ടുകയായിട്ടല്ല അമലെടുത്തത്. അതുക്കല്ല നിങ്ങൾ നിസ്കരിച്ചത്, അതുക്കല്ല നിങ്ങൾ സകാത്ത് കൊടുത്തത്, അതുക്കല്ല നിങ്ങൾ നോമ്പെടുത്തത്, അതുക്കല്ല നിങ്ങൾ ഹജ്ജ് ആക്കിയത്, അതുക്കല്ല നിങ്ങൾ ദാനധർമ്മം ആക്കിയത്, അതുക്ക് വേനായിട്ടല്ല നിങ്ങളെ കർമ്മ, നിങ്ങളെ ആരോഗ്യവും നിങ്ങളെ സമ്പത്തും ചെലവാക്കിയത്. അതുകൊണ്ട് ഇദ്ഹബൂ ഇലല്ലദീന കുന്തും തുറാഊന ഫിദ്ദുനിയാ, ദുനിയാവിൽ നിങ്ങൾ ആരെ കാട്ടിക്കുകയായിട്ട് ആരെ പ്രശംസിക്കുകയായിട്ട് നിങ്ങൾ അമലെടുത്തിറാറാ അങ്ങനൊട്ടിಗೆ നിങ്ങൾ ഇണ്ടത്ത നാളിൽ പ്രതിഫല കേൾക്കുകയായിട്ട് പോവറു. നക്കും നിക്കയച്ച് യാതൊരു ബന്ധമില്ല. ഫൻദുറു അൽ തജിദൂന ഇൻദഹും, അങ്ങനൊട്ടിಗೆ എന്തിരണ്ടെങ്കിൽ കിട്ടണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോളൂ, നണ്ടൊട്ടിಗೆ ഇല്ല. ആർക്ക് വേണായിട്ട് ആറ് കാനുക്ക് വേണായിട്ട് നിങ്ങൾ അമലാക്കിറാർ അങ്ങനെ മുട്ട പോർ. ഇത് പരലോകം അയച്ചിക്കര്, ഇത് ഇഖ്ലാസോടു കൂടെ നിഷ്കളങ്കമായ നിലക്ക് അള്ളാഹുരെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചിട്ട് പരലോകത്തിനെ പേടിച്ചിട്ട് അമലാക്കിയതായ ആൾമാർക്ക് മാത്രം കൊടുക്കുന്നതായ പ്രതിഫലം അയച്ചിക്കര്. നിങ്ങൂടെ കാര്യമില്ല. നിങ്ങ ആരെ കാണുക ഇബാദത്ത് എടുത്തിറാരാ അങ്ങനെ മുട്ട നിങ്ങ പോറു. ഫൻദുറു അൽ തജിദൂന ഇൻദഹും, അങ്ങനൊട്ടിಗೆ ಅಂದ್ರೆ ഇക്കരെണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തണ്ടെണ്ടെങ്കിൽ നിങ്ങൾ മേങ്ങറു. അള്ളാഹു കാത്ത് സലാമത്താക്കട്ടെ. സഹോദരന്മാരെ പേടിക്കണ്ടേ. ഏത് സമയത്തിലും മരണത്തിന് യാത്ര തിരിക്കുന്നതായ ആൾമാരല്ല ഞങ്ങളെ അമൽ അള്ളാഹു സ്വീകരിച്ചില്ലെങ്കിൽ അക്സെപ്റ്റ് ആക്കിയില്ലെങ്കിൽ ഞങ്ങളെ അവസ്ഥ എന്തായിച്ചിക്ക്. എത്ര ആയത്തയച്ചിക്കര് ഖുർആനില് ഷിർക്കുൽ അസ്ഗർക്ക് സൂചന ആയിട്ട് അള്ളാഹു താല ചെന്നത്. അങ്ക് നാശ ചെന്ന അള്ളാഹു താല ചെന്ന അങ്ക് നാശമായിട്ടിക്കര് ആറുക അല്ലദീന ഹും യുറാഊൻ. വിശുദ്ധ ഖുർആൻ സൂറത്ത് മാഉനിൽ അല്ലാഹു തആല ചെന്നത് ആറുക നാശ, ആറുക നാശ. ആൽമാർ കാണുകയായിട്ട് നിസ്കരിക്കറങ്ങ, ആൽമാർ കാണുകയായിട്ട് ഇബാദത്ത് എടുക്കറങ്ങ, അങ്ക് നാശായിട്ടിക്കര് അല്ലാഹു തആല ചെന്ന. ഇനി വിശുദ്ധമായ ഖുർആൻ നിങ്ങൾ നോക്കൂ. 18ാമത്തെ അധ്യായ സൂറത്തുൽ കഹ്ഫ്. ഇതിന്റെ എത്ര ആൾമാർ ഓതിരാർ ചെന്ന് പിടിയില്ലേ. ആ വിശുദ്ധ ഖുർആനിലെ 18ാമത്തെ അധ്യായ സൂറത്തുൽ കഹ്ഫിലെ അവസാനത്തെ ആയത്ത് 110ാമത്തെ ആയത്ത്. ആ ആയത്ത് അവസാനിക്കുന്നത് എങ്ങനെ നോക്കൂ. എത്ര ഗൗരവമായി ചിന്തിക്കണ വിഷയ. അല്ലാഹു തആല ചെല്ലുന്നത് ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. ആർക്ക് പരലോകത്തിൽ അല്ലാഹുരെ കണ്ടുമുട്ടണം ചെന്ന് ആര് ആഗ്രഹിക്കാറാ. നാളെ പരലോകത്തിൽ അല്ലാഹുരെ കണ്ടുമുട്ടണു ഫേസാക്കണു ചെന്ന് ആര് ആശപ്പെട്ട ആൾമാരുള്ളാറാ അങ്ങ ഫൽയഅമൽ അമലൻ സ്വാലിഹാ, അങ്ങ സ്വാലിഹായ അമലാക്കട്ടെ. ഈ ആയത്തിലെ തഫ്സീറിൽ എല്ലാ മുഫസ്സിരീങ്ങ ചെന്നാൽ സ്വാലിഹായ അമൽ ചെന്നെങ്കിൽ എന്തായിച്ചിക്കര് അത് ഇഖ്ലാസോട് കൂടിത്ത് നിഷ്കളങ്കമായ നിലക്ക് അള്ളാഹുരെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചിട്ട് പരലോകത്തിനെ പേടിച്ചിട്ട് എടുക്കുന്നതായ അമലായിത്തിക്കർ. ആ അമലാക്കി എനിക്ക് മാത്രം എത്തിക്കര് നാളെ പരലോകത്തിൽ അള്ളാഹുരെ കണ്ടുമുട്ടുള്ള സാധ്യത. നാളെ പരലോകത്തിൽ അള്ളാഹുരെ കണ്ടുമുട്ട ആൾമാർ അങ്ങയച്ചിക്കാർ. അല്ലാത്ത ആൾമാർക്ക് അത് സാധ്യമേ ഇല്ല. എന്നിട്ട് അള്ളാഹു തആല പിന്നൊരു കണ്ടീഷൻ കൂടി ചെന്ന വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. ഇബാദത്തിലെ ഒരു വസ്തുരെയും ഒരു കാര്യത്തിനെയും അള്ളാഹുക്ക് പാർട്ട്ണറാക്കു തീറ, ശരീക്കാക്കു തീറ, ശിർക്കാക്കു തീറ. ഈ ആയത്തിലെ തഫ്സീറിൽ മഹാന്മാരായ മുഫസ്സിരീങ്ങ തഫ്സീറിൽ വിശദീകരിക്കാർ. എന്തായിച്ചിക്കര്
ജണ്ട് ശിർക്കും ഇതിൽ ബന്ത് ഇബാദത്തില് ജണ്ട് ശിർക്കും ആക്കുകുത്തിറ ചെല്ലുന്നത് ഈ ആയത്തിൽ സൂചന ഉണ്ട്. ഒന്ന് ഷിർക്കുൽ അക്ബർ, അള്ളാഹുക്ക് പാർട്ട്ണർ ആക്കരുത്, അള്ളാഹുക്ക് സമന്മാരാക്കരുത്, അള്ളാഹുര ഉലൂഹിയത്തിലും റുബൂബിയത്തിലും അള്ളാഹുര അസ്മാഉ സിഫാത്തിലും അള്ളാഹുക്ക് ഭാഗിദാരാക്കരുത്, ഷിർക്കുൽ അക്ബർ. പിന്നൊന്ന് ഷിർക്കുൽ അസ്ഗർ, ആൽമാരെ പ്രശംസക്ക് വേണായിട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലാവുക വേണായിട്ട് ആൽമാർ കാണുക വേണായിട്ട് എടുക്കുന്നതായ ഇബാദത്ത് ഇതും ഷിർക്കായിത്തിക്കറ്, ഷിർക്കുൽ അസ്ഗറായിത്തിക്കറ്. ഇത് രണ്ടും മിക്കൊകുത്തീറ അങ്ങനത്തെ ആൽമാരെ മാത്രമായിത്തിക്കറ് പരലോകത്തിൽ അള്ളാഹുരെ കണ്ടുമുട്ടക്ക് സാധ്യ. പേടിക്കൊനായ വിഷയ ഇന്ത്യ എത്ര തോലടിങ്ങ നോക്കോർ ആൽമാര് ഏറ്റവും ദുഷിച്ച ഒരു സ്വഭാവമല്ല ഇസ്ലാമിലെ അഞ്ചാമത്തെ സ്തംഭത്തിക്കർ ഹജ്ജ്. ആ ഹജ്ജ് പോലും എത്രത്തോളം ആൽമാര് അതിൽ റിയാഹ് കാട്ടാറ് ചെന്നിട്ടെങ്കിലും നിങ്ങൾ നോക്കൂ. പേടിക്കണ്ടേ, സമ്പത്തും ആരോഗ്യവും ചെലവാക്കിത്തെ പോണ്ടതായ ഹജ്ജ് ഫറദായിത്തിക്കർ, ആവതുള്ളവനക്ക് ഫറദായിത്തിക്കർ, കഡ്ഡായമായിത്തിക്കർ. ഇസ്ലാമിലെ അഞ്ചാമത്തെ സ്തംഭമായിത്തിക്കർ ഹജ്ജ് ചെല്ലുന്നത്. ആ ഹജ്ജിനെ പോലും ബേസത്താക്കരതായ രൂപത്തിൽ നിങ്ങൾക്ക് ഇണ്ട് സോഷ്യൽ മീഡിയയിൽ കാണുക സാധ്യമാണ്. ഇഹ്റാമിൽ പ്രവേശിച്ചിട്ട് ഇഹ്റാമിലെ വസ്ത്രം ധരിച്ചപ്പോ ഫോട്ടോ, അതിലെ വീഡിയോ, ഫ്ലൈറ്റിൽ തെച്ചപ്പോ അതിലെ വീഡിയോ, ജിദ്ദത്തിൽ പോയിട്ട് ഫ്ലൈറ്റ് ലാൻഡ് ആയപ്പോ അപ്പോൾ ഒരു വീഡിയോ, എന്നിട്ട് തവാഫിന്റെ ടൈമിൽ ഒരു വീഡിയോ, സഹീര ടൈമിൽ ഒരു വീഡിയോ, എന്നിട്ട് ദുൽഹിജ്ജ 8-2 ഹജ്ജിക്ക് ബേനായിട്ട് മിനത്തുക്ക് 10-10 അപ്പൊ ഒരു വീഡിയോ ഫോട്ടോ, എന്നിട്ട് മിനയിൽ താമസിക്കുന്നതായ ജാവു അപ്പൊ അതിലെ വീഡിയോ, എന്നിട്ട് ദുൽഹിജ്ജ 2 അറഫക്ക് വേണ്ടതിലെ വീഡിയോ. ഹജ്ജിലെ പ്രധാന ഘടകമായിത്തിക്കറ അറഫ. അറഫാല് ദുൽഹിജ്ജ 2 മഗ്രിബും ഇശാവും ജമ്മാക്കിത്ത് മുസ്ദലിഫക്ക് പോണു. ആ മുസ്ദലിഫിൽ പോയ ആൽമാർ ഉറങ്ങണു. പ്രത്യേകമായിട്ടുള്ള സുന്നത്തൈത്തിക്കരെ അണ്ടുപോലും ഉറങ്ങരെ വീഡിയോ എടുത്തിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജകീയത്തെ ഒരു മനുഷ്യ, പൊളിറ്റിക്കലായിട്ടുള്ള ഏതെങ്കിലും ഒരു ലീഡർ അവനു ഉറങ്ങിച്ചിരുന്നെങ്കിൽ അതിരെ വീഡിയോ ആക്കിയിട്ട് ഞങ്ങളെ ലീഡർ, ഞങ്ങളെ നേതാവ് നിങ്ങൾ നോക്കൂ. ഈ 4 ഭാഗത്തിലും മലയും പാതക്കല്ലും ഒരുമിച്ച് കൂടിയതായ ഈ മുസ്ദലിഫര മണ്ണില് കേവലം ഒരു തട്ട വിരിച്ചിട്ട് വരങ്ങുന്നത് നിങ്ങൾ നോക്കുറിച്ചെന്ന് അതിരെ വീഡിയോ ആക്കിത്ത് വൈറലാക്കിത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലാക്കി. എന്തൊരു ഗതികേടായിത്തിക്കർ. ഇങ്ങനത്തെ ആൾമാർ ഇസ്ലാമിനെ ബേസത്താക്കരുതായിത്തിക്കറേ. 1400 വർഷத்துக்கு മുന്നല്ലോ ഞങ്ങളെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതേ മുസ്ദലിഫില് ആധുനികമായിട്ടുള്ള ടെക്നോളജി ഇല്ല, AC ഇല്ല, എയർ കണ്ടീഷൻ ഇല്ല, ഫാൻ ഇല്ല, ഒരു ആധുനികമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഇല്ലാത്തതായ സന്ദർഭത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതേ മുസ്ദലിഫിലെ മണ്ണിൽ കിടന്നിട്ട് ഉറങ്ങിര്. എന്താ ചിന്തിക്കാതെ പോയത് സഹോദരന്മാരെ? എന്നിട്ട് ഹജ്ജിനെ പോയിട്ട് വന്നിട്ടെങ്കിൽ പിന്നെയും സ്വീകരണത്തോടെ സ്വീകരണം. ഞാനിതാരെയും കീഴാക്കുന്നതല്ല, ഏതെങ്കിലും ഒരു രാജകീയത്തവനെ കീഴാക്കുന്നതല്ല. എന്നിട്ട് ചില ആൾമാർ സർട്ടിഫിക്കറ്റ് കൊടുക്കുക തുടങ്ങിയാർ. യശസ്വിയാಗಿ ഹജ്ജ് നിർവഹിച്ച് ബന്ധ ചെന്ത് ഫുലാൻ ഇബ്നു ഫുലാൻ അവന്റെ പേര് സർട്ടിഫിക്കറ്റ് കൊടുത്തു ആയിട്ട്. പേടിക്കേണ്ട സഹോദരന്മാരെ, എത്രത്തോളം ആൾമാർ ഇഖ്ലാസ് നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ എത്ര ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു തആല സൂചിപ്പിച്ച നാളെ പരലോകത്തേക്ക് എത്തുമ്പോ ഒരു നയാ പൈസ പ്രതിഫലം ഇല്ലാതെ കാത്തു പറമ്പത്തേക്ക് പാറതായ ധൂള് പോലെ അങ്ങനത്തെ ആൾമാരെ അമലർ അല്ലാഹു തആല ആക്കി തീർക്കുവെച്ചെന്ന് അല്ലാഹു ഖുർആനിൽ ചെന്ന എത്ര ഹദീസുകൾ. 3 ആൾമാരെ സംഭവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെല്ലു. നാളെ പരലോകത്തിൽ 6 ചില്ലറ ആൾമാരല്ല, ആലിം അതേപോലെ വലിയ ധർമ്മിഷ്ഠ ഷഹീദായോണോ ഇങ്ങ നരകത്തേക്ക് പോണ്ടാറ്. സ്വഹാബിമാർ പേടിച്ചാർ. ഇമാം ബുഖാരി റിപ്പോർട്ടാക്കിയ സ്വഹീഹായ ഹദീസ് വെച്ചിട്ട്
ആ ഹദീസ് ഇഫ്ളാക്കിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു എത്തിക്കും. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ ഹദീസ് കേൾക്കുന്നതായ സന്ദർഭത്തിൽ, അതേപോലെ ചെല്ലുന്നതായ സന്ദർഭത്തിൽ ഹബർ തപ്പിത്ത് പൂന്നോണ്ടിത്ത് സഹീഹുൽ ബുഖാരിയുടെ ശറഉൽ ഫത്ഹുൽ ബാരിയിൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്കലാനി ചെല്ലുന്നതായിട്ട് ഞങ്ങൾക്ക് കണ്ട് ഈ ഹദീസിനെ റിപ്പോർട്ടാക്കുമ്പോൾ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അപ്പപ്പ ഹബർ തപ്പിയോണ്ടിത്ത് സ്വഹാബത്ത് അയാളെ മോത്തുക്ക് തന്നി തെറിപ്പിച്ചോണ്ടിന്നാർ. അപ്പ എസർത്തായോണ്ടിത്ത് പിന്നെയും ഹബർ തപ്പുരേ. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരൊട്ടിಗೆ കേട്ടിട്ട്, അല്ല അബാ ഹുറൈറ എന്ത് കൈത്തിക്കറ്, എത്രമാ ആയിരക്കണക്കിന് ഹദീസ് അള്ളാന്റെ റസൂലിൽ നിന്ന് നിങ്ങൾ പഠിച്ചാർ, ഈ ഹദീസ് നിങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് എന്തുകൊണ്ട് നിങ്ങൾ ഹബർ തപ്പുറു? അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ചെല്ലുന്നത് നക്ക് വല്ലാത്ത പേടിയായിത്തിക്കറ്. ഒരു ആലിമായ ഒന്ന് നരകത്തുക്ക് പോണ്ട ചെന്നെങ്കില്, ഒരു ധർമ്മിഷ്ഠ നരകത്തുക്ക് പോണ്ട ചെന്നെങ്കില്, ഷഹീദായ ഒന്ന് നരകത്തുക്ക് പോണ്ട ചെന്നെങ്കില് എത്ര വല്ല ഗുരുതരമായി ചിക്കറത്. അങ്ങ് ആൽമാർ കാണുകയായിട്ട്, ആൽമാരിൽ നിന്ന് പ്രശംസ കിട്ടുകയായിട്ട്, ആൽമാരെ കയ്യടി കിട്ടുകയായിട്ട് അമലെടുത്തങ്ങായി തിക്കറാർ. നാളെ പരലോകത്തിൽ അങ്ങ് ചെല്ലുക, ഒരു ആലിമ ചെല്ലുക, ഞാൻ ആലിമായി തിക്കറ, അള്ളാഹു ചെല്ലത് നീ ചെല്ലത് കളവായി തിക്കറേ. നിക്ക് ആൽമാരിൽ നിന്ന് പ്രശംസ കിട്ടുകയായിട്ട്, സോഷ്യൽ മീഡിയയിൽ നീ വൈറലാവുകയായിട്ട്, നീ വലിയ ഒരു ആലിമ ചെന്ന് അറിയുകയായിട്ട് തിക്കറ നീ വൃത്തിയാക്കിയത്, നീ ക്ലാസ് എടുത്തത്, നീ ഖുതുബാക്കിയത്, നീ പത്രപ്രഭാഷണം നടത്തിയത്, നിക്ക് ആൽമാരിൽ നിന്ന് അത് കിട്ടിത്തായര് ഊടെന്തും ഇല്ല. ധർമ്മിഷ്ഠരൊട്ടിക്കും അതേപോലെ തിക്കറ് ചെല്ലുന്നത്, ഷഹീദരൊട്ടിക്കും അതേപോലെ തിക്കറ് ചെല്ലുന്നത്. എന്നിട്ട് അല്ലാഹു മലായികത്തിനെ വിളിച്ചിട്ട് ചെല്ലുന്നത്, ഖുദൂ ഫഗുല്ലു സുമ്മൽ ജഹീമ ഫസല്ലു, പിടിക്കൊറവന് ചെങ്ങല കിടോറു നരകത്തിക്ക് വലിച്ചെറിയൊരു. ഇതിനെക്കാട്ടി വല്ല അപ്പമാന എന്തിര ഉണ്ട്? വാട്സാപ്പിൽ ഒരു പോസ്റ്റർ ಬಂದ സാത്ത് കൊശിപെട്ടുണ്ടെങ്കിൽ നാളെ പരലോകത്തിൽ നഷ്ടപ്പെട്ടത് ഇതായിത്തിക്കറ്. അല്ലാഹു ഞങ്ങളെ കാത്ത് സലാമത്താക്കട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. സഹോദരന്മാരെ, സഹോദരിമാരെ, ഞങ്ങൾ ആയുസ് ചെല്ലുന്നത് അമൂല്യമായി ചിക്കർ, അമൂല്യത്തിൽ നിന്ന് അമൂല്യമായി ചിക്കർ. അള്ളാഹു ഞങ്ങൾക്ക് തന്ന വലിയ ഒരു നിഅമത്തായി ചിക്കർ. മുഅ്മിന് എപ്പോഴും ചിന്തിക്കണായത്, ഇണ്ടത്തെ ഒരു നാൾ നക്ക് കിട്ടേണ്ടെങ്കിൽ വർഷ വേണ്ട, തിങ്കൾ കണക്കിന് വേണ്ട, വാര വേണ്ട, ഇണ്ടത്തെ ഒരു നാൾ ഒരു 24 hours നക്ക് കിട്ടേണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തില് നക്ക് അള്ളാഹു തൻ്റെ വലിയൊരു ഭാഗ്യതായിത്തിക്കറ്. நான் கோட்டி 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 சம்பாதிக்கிறதை காட்டி ஹைரு நக்கு ஒரு நாள் ஆயுஸ் அல்லாஹ் നീട്ടേണ്ടെങ്കിൽ അതൈത്തിക്കറ് സഹോദരന്മാരെ. കാരണം അത്രയും സത്കർമ്മ ആക്കുള്ളതായ ഒരു അവസരം കൂടി കിട്ടും ആയെങ്കില യാർ ചിലര ആൽമാർ അതിനെ ദുരുപയോഗപ്പെടുത്തുറാർ, നഷ്ടപ്പെടുത്തുറാർ. അതിരെ ഇസ്ലാം കൽപ്പിക്കാത്തതായ രൂപത്തിൽ, ദീനുമായി യാതൊരു ബന്ധമില്ലാത്ത രൂപത്തിൽ അതിനെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടുള്ളാർ. എത്ര എത്ര ഞങ്ങളെ ഞെട്ടിപ്പിക്കുന്നതായ ദൈനംദിനമായിട്ടുള്ള മരണ വാർത്ത ഞങ്ങൾ കേട്ടിട്ടെങ്കിലും യാതൊരു പേടിയില്ല. 10-15 നാൾ മുന്നുള്ള അയച്ചിക്കര് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിക്ക് ടേക്ക് ഓഫ് ആയിട്ടുള്ളതായ ഫ്ലൈറ്റ് എത്രമാ അടി മേല് പോയിട്ട് ഒരു ഹോസ്റ്റൽ ഇടിച്ചിട്ട് അതിൽ ഇന്നതായ 242 ആൾമാരും മരണപ്പെട്ടിട്ട് കത്തി ഭസ്മ അവിടെ ഉണ്ടായെങ്കിൽ മയ്യത്ത് പോലും തിരിച്ചറിയകൂ ആവാത്തതായ ഒരു പരിസ്ഥിതി ഞങ്ങൾ കണ്ണിലെതിരിൽ കണ്ടതയച്ചിക്കർ. ഞങ്ങൾ എന്തിനാ അതിൽ പാഠ പഠിച്ച സഹോദരന്മാര്, ഞങ്ങൾ എന്ത് അതിൽ ഗുണപാഠ പഠിച്ച. എന്നിട്ട് ഒരുത്തര് അത്ര ഹൈറ്റ് പോയിട്ടും അതൊരു ബിൽഡിംഗിക്ക്, ഒരു ഹോസ്റ്റലിക്ക്, ഒരു ക്യാമ്പസ് ഇടിച്ചിട്ട് അതിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അള്ളാഹുരെ അത്ഭുതത്തിനെ കുറിച്ചിട്ട്, കുതിരത്തിനെ കുറിച്ചിട്ട് ഞങ്ങൾ എന്തിനെ മനസ്സിലാക്കിയ, എന്തും കുഞ്ചില്ലാത്തതായ ഉച്ചഭക്ഷണത്തിന് വേനായിട്ട് ഡൈനിങ് ടേബിളിന്റെ എതിരിൽ വെച്ചതായ
ആ വിദ്യാർത്ഥിമാർ നിമിഷങ്ങളെ കൊണ്ടുത്ത് ഞങ്ങൾ ഭസ്മയുടെ ചെന്ത് അങ്ങ് പോലും ഉപയോഗിച്ചിട്ടില്ല. ഞങ്ങളെ തലര മേൽകൈത്തിക്കര് ആകാശത്തില് പാറി പറക്കുന്നതായ ഫ്ലൈറ്റ് ഞങ്ങളെ തലര മേൽകൈത്തിക്കര് കത്തിത്ത് പോൽറെ ചെന്ത് ആ സെക്കൻഡ് പോലും അങ്ങ് ഉപയോഗിച്ചിട്ടില്ല. ഇതായിത്തിക്കര് മൗത്ത്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമര പലക്ക എത്ര സത്യയിത്തിക്കര് മൗത്ത് ചെല്றது. അത് നിങ്ങ കാല് കിട്ടതായ ചെറുപ്പുര ഭാര, ആ ഭാര നിങ്ങളെ കാൽപാദത്തിൽ എത്ര ടച്ച് ആയിട്ടുണ്ടോ, എത്ര മുട്ടായിട്ടുണ്ടോ, അതിനെക്കാട്ടി മുട്ട നിങ്ങൾക്ക് മൗത്തുണ്ടു. മൗത്തയച്ചിക്കര് വലിയ ഒരു അത്ഭുതം. കമ്പ്യൂട്ടർ അല്ല, ഇന്റർനെറ്റ് അല്ല, ആധുനികമായിട്ടുള്ള ഒരു ടെക്നോളജി അല്ല, അതെല്ലാം മൗത്തിനെതിരിൽ ശൂന്യമായി തിക്കര് സഹോദരന്മാരെ. ആ ഒരു ദൃഷ്ടാന്ത ഞങ്ങൾക്ക് അള്ളാഹു ഞങ്ങളെ കണ്ണിനെതിരിൽ കണ്ടോണ്ടുള്ള. അതുകൊണ്ട് ആ മരണത്തിനെ ഏത് സമയത്തും ഞങ്ങൾ നേരിടണം. ಅದಕ್ಕೆ ഞങ്ങൾ തയ്യാറാവണുണ്ടെങ്കിൽ ഞങ്ങളൊട്ടിಗೆ ಬೇಣയത് അചഞ്ചലമായിട്ടുള്ള തൗഹീദിൽ അടിയുറച്ചതായ വിശ്വാസവും ഇബാദത്തിനൊട്ടിക്കുള്ള നിഷ്കളങ്കത്തെ മാത്രം അങ്ങ് മാത്രം സാധ്യ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു അവന് ഇഷ്ടപ്പെട്ട ആൾമാരെ കൂട്ടത്തിൽ ഞങ്ങളെ സേർപ്പാട്ടിത്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ചെമ്മ ആൾമാർ ദുവാ കൊണ്ട് ഏൽപ്പിച്ചിരാർ. അള്ളാഹു ഞങ്ങളെ ഹലാലായ കാര്യത്തിൽ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. ചെമ്മആൽമാർ ധാരാളമായിട്ടുള്ള രോഗങ്ങളെ കൊണ്ടിട്ട്, മാരകമായിട്ടുള്ള രോഗങ്ങളെ കൊണ്ടിട്ട് പ്രയാസപ്പെട്ട ആൾമാർ ഉള്ളാർ. അള്ളാഹു ഞങ്ങൾക്ക് നീ ശിഫ കൊടു റബ്ബേ, പരിപൂർണമായുള്ള ആഫിയത്ത് കൊടു റബ്ബേ. അത്തരത്തിലുള്ള രോഗത്തിൽ നിന്ന് ഞങ്ങളെയും നീ കാത്ത് സലാമത്താക്ക് റബ്ബേ. അതേപോലെ ഞങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയതായ ആൾമാർ, അതേപോലെ പ്രത്യേകിച്ചിട്ട് ബി മുഹമ്മദ് നൂത്തൻ, അയാള് ഇതിനിടെല്ലാം മരണപ്പെട്ടു പോയിട്ട് അള്ളാഹു നീന് മഗ്ഫിറത്തും റഹ്മത്തും കൊടു റബ്ബേ. ബർസഖിയായ ജീവനെ നീ സന്തോഷത്തിലാക്കി റബ്ബേ. ആഖിറ ബെൽച്ചാക്കിത്ത് കൊടു റബ്ബേ. അയാളെയും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളെ കുടുംബക്കാരെയും ഞങ്ങളെ സഹോദര സഹോദരിമാരെയും നാളെ ജന്നാത്തുൽ ഫിർദൗസ് ചെല്ലുന്നതായ സ്വർഗീയ ഭവനത്തിൽ ഒത്തൊരുമിച്ച് കൊടുക്കുക അല്ലാഹു തൗഫീക്ക് താ റബ്ബേ. അതേപോലെ ക്യാൻസർ രോഗം കൊണ്ട് പ്രയാസപ്പെട്ട ചെമ്മ സഹോദര സഹോദരിമാരുള്ളാർ. സഹനാസ് ചെല്ലുന്നതായ ഒരു സഹോദരി മാരകമായ രോഗം പിടിപ്പെട്ടിട്ട് ഗുരുതരമായിട്ടുള്ള ഒരവസ്ഥയിലെത്തിക്കര് കുടുംബക്കാർ ദുആ കൊണ്ട് ഏൽപ്പിച്ചിരാർ. പരിപൂർണ ശിഫ നീ കൊടുത്തു അനുഗ്രഹിക്കല്ല. പഠിച്ചവനെ ക്ഷമയും സബൂറും നീ കൊടുത്തു അനുഗ്രഹിക്കല്ല. അത്തരത്തിലുള്ള രോഗത്തിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും നീ കാത്ത് സലാമത്താക്കല്ല. അള്ളാഹുവെ മരിക്കറടുത്തോളം ഇഖ്ലാസോട് കൂടിത്ത് തൗഹീദിൽ അടിവറച്ചിട്ട് നിലനിന്നിട്ട് മരിക്കറടുത്തോളം ഈ ആദർശത്തിലെ തൗഹീദിനെ ആരെ എതിരിലും പണയെ വെക്കാതെ അതിൽ അടിവറച്ച് നിന്നിട്ട് മരിക്കുന്ന സന്ദർഭത്തിൽ ഈമാനോട് കൂടിത്ത് കലിമത്തു തൗഹീദ് ഉച്ചരിച്ചിട്ട് സ്വർഗത്തിലെ ശുഭവാർത്ത കിട്ടിയിട്ട് മരിക്കുള്ള ഭാഗ്യ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ താ റബ്ബേ. നിന്റെ ദീനുക്ക് വേനായിട്ട് സഹകരിക്കരെ എല്ലാ ആൾമാർക്കും തക്കതായ പ്രതിഫലം നീ കൊടു റബ്ബേ. അല്ലാഹുമ്മ അരിനൽ ഹഖ്ക ഹഖ്കൻ വർസുഖ്നി ഇത്തിബാഹു വഅരിനൽ ബാത്തില ബാത്തിലൻ വർസുഖ്നി ഇജ്തിനാബ. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാന വസയ്യിൻഹു ഫീ ഖുലൂബിന വഖർരിഹ് ഇലൈനൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാന വജഅൽനാ മിനർ റാഷിദീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രിഖീൻ. അല്ലാഹുമ്മ ദമ്മിർഹും യാ ഖഹാർ വഅഹ്ലിക്ഹും യാ ജബ്ബാർ. اللهم انصر جيوش المسلمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات والحمد لله رب العالمين.